ഹായ്, സഹദേവ് മാഷാണ്. ജോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിൽ ഇത്തവണയും ഒരു സ്റ്റിൽ മോഡലാണ്. LP തലത്തിലെ കുട്ടികൾക്കും അതുപോലെ UP തലത്തിലെ കുട്ടികൾക്കും ചെയ്തെടുക്കാവുന്ന നല്ലൊരു മോഡലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തീർത്തും പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാനത് പരമാവധി വിശദമാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിന് LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും അവരുടെ രക്ഷിതാക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ട് ആദ്യം മനസ്സിലാക്കി നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ടീച്ചേഴ്സിനോടും അത് തന്നെയാണ് പറയാനുള്ളത്. നേരിട്ട് വീഡിയോ കണ്ട് കുട്ടിക്ക് ചെയ്യാൻ പ്രയാസമുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെയുള്ള മോഡലൊക്കെ ഉണ്ടാക്കുന്നതിന് ധാരാളം പരിശീലനം ആവശ്യമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ പറഞ്ഞതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് മുതിർന്നവർ, അതായത് ഒന്നുകിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആ ചെറിയ കുട്ടികളുടെ മുതിർന്ന സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ, ചേട്ടനോ ചേച്ചിയോ, ഇനി അതല്ലെങ്കിൽ ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായി കുട്ടികൾക്ക് ഇത് ചെയ്തെടുക്കാനാവൂ. ഒറ്റയടിക്ക് അവർക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യാനാവില്ല എന്നത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ വീഡിയോ കണ്ട ഉടനെ അയ്യോ ഇതെന്റെ കുട്ടിക്ക് പറ്റൂല എന്നല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളത് പഠിച്ചതിന് ശേഷം, കൃത്യമായി ചെയ്തതിന് ശേഷം അവർക്ക് ഈ ആശയം, ഈ കാര്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല മോഡൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അല്ലാതെ വീഡിയോ കൊടുത്ത് കുട്ടിയോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ സംഗതി നടക്കില്ല. പ്രത്യേകിച്ചും ഇതിൽ ഗണിതത്തിന്റെ മോഡലായതുകൊണ്ട് തന്നെ അളവെടുക്കുന്നതും വരയ്ക്കുന്നതും മുറിക്കുന്നതും ഒട്ടിച്ച് വലുതാക്കുന്നതും ഒക്കെ വളരെ കൃത്യതയോടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കൃത്യതയിൽ വരില്ല. മാത്സിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അത് ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസവും വേണ്ട, പരിശീലനം കൊണ്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നതിലൂടെ കുട്ടി അറിയാതെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരുപാട് ഗണിതാശയങ്ങൾ സ്വായത്തമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേട്ട് പഠിക്കുന്ന രീതിയുണ്ട്, കണ്ടു പഠിക്കുന്ന രീതിയുണ്ട്, ചെയ്തു പഠിക്കുന്ന രീതിയുണ്ട്. ആ ചെയ്തു പഠിക്കുന്ന രീതിയാണ് ഏറ്റവും നല്ല രീതി. അതായത് ഗണിതം ഉപകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടും, അതായത് നിർമ്മിച്ച് പഠിക്കുക. അപ്പോൾ ഗണിതശാസ്ത്ര മേള ഇപ്പോൾ അടുത്ത് തന്നെ എത്തും. പ്രത്യേകിച്ചും സ്കൂൾ തല മേളയും അതിന്റെ സെലക്ഷനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ മോഡലൊന്ന് നിങ്ങളെ കാണിക്കാം. ഇതാ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതാ നോക്കുക. ഇത് പേപ്പറിലാണ് ചെയ്തത്. പേപ്പർ എന്ന് പറഞ്ഞാൽ ഐവറി കാർഡാണ്. ഐവറി കാർഡ് ഷീറ്റിൽ ചെയ്തെടുത്ത മോഡലാണ്. സാധാരണ പേപ്പറിൽ ചെയ്യാനാവില്ല, കട്ടിയുള്ള കാർഡ് ഷീറ്റിൽ ചെയ്തതാണ്. യെസ്. അപ്പോ ഇതിന്റെ ഏറ്റവും മേലെ 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര കട്ടയാണ് കാണുന്നുണ്ടാവും. 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര കട്ടയാണ് ഏറ്റവും മേലെ കാണുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്താണ് അതിൽ? അതൊരു പെട്ടിയാണ്, സമചതുര പെട്ടിയാണ്. ആ പെട്ടിയുടെ നീളവും വീതിയും ഉയരവുമാണ് പറഞ്ഞത്. 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരം. അതിന്റെ മേലെ അടപ്പെടുത്ത് നമ്മൾ അതിൽ വെള്ളം ഒഴിക്കുകയാണ്. ലീക്ക് ഒഴിവാക്കിക്കൊണ്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കൃത്യം 1 മില്ലി ലിറ്റർ വെള്ളമാണ് അതിൽ കൊള്ളുക. വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അളവാണ് സാധാരണഗതിയിൽ ലിറ്റർ, മില്ലി ലിറ്റർ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ മറ്റുള്ള കട്ടിയുള്ള ദ്രാവകമാകുമ്പോൾ ആ അളവിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് വെള്ളം തന്നെ പറയുന്നത്. 1 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ്. ഇനി രണ്ടാമത്തെ നിങ്ങൾ കാണുന്നുണ്ടാവും. 2 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും 2 സെന്റിമീറ്റർ ഉയരവുമുള്ള മറ്റൊരു സമചതുര കട്ടയാണ്. അപ്പോൾ ആദ്യത്തതിന്റെ 8 മടങ്ങ് വലുപ്പമുള്ളതാണ് രണ്ടാമത്തത്. ഇതാ കാണുന്നുണ്ടാവും. താഴെ 4 എണ്ണം, ചുറ്റും 4 എണ്ണം ഉണ്ട്, മേലെയും 4 എണ്ണം ഉണ്ട്.
സാധാരണഗതിയിൽ ഒരു സമചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും വർദ്ധിപ്പിച്ചാൽ എത്ര മടങ്ങാവും എന്ന് ചോദിച്ചാൽ സാധാരണഗതി കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്ന മറുപടി 4 ആണ്. ഇവിടെ ഇത് 4 അല്ല, കൃത്യമായി 8 എണ്ണം നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാം. 8 സമചതുരക്കട്ടകൾ, മേലെയുള്ള അത്തരത്തിലുള്ള 8 സമചതുരക്കട്ടകൾ ചേരുന്നതാണ് രണ്ടാമത്തെ ലെയറിലുള്ളത്. ഇനി അതിന്റെ തൊട്ടടുത്തത് ഇതാ മൂന്നാമത്തെ ലെയറിലുള്ളത് നോക്ക്. 3 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 3 സെന്റിമീറ്റർ ഉയരവുമുള്ള മറ്റൊരു സമചതുരക്കട്ട. അടുത്തത് 4, 4, 4, 4 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി, 4 സെന്റിമീറ്റർ ഉയരം. അടുത്തത് 5, 5, 5 ആണ്. 5 സെന്റിമീറ്റർ നീളം, 5 സെന്റിമീറ്റർ വീതി, 5 സെന്റിമീറ്റർ ഉയരം. അടുത്തത് 6 സെന്റിമീറ്റർ നീളം, 6 സെന്റിമീറ്റർ വീതി, 6 സെന്റിമീറ്റർ ഉയരം. ഇത് ഇവിടെ തീരുന്നില്ല. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് 6 കഴിഞ്ഞാൽ 7, അപ്പോൾ കുറച്ചും കൂടെ വലുതായി വരും. പിന്നെ 8, 9, 10 വരെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ 10 വരെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 10 വരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. എന്താണ്? ഇതൊരു ലിറ്റർ പാത്രവുമായി മാറും. അതായത് 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള 1000 ക്യൂബിക് യൂണിറ്റ് ഉള്ള ഇത് ഒരു ലിറ്റർ പാത്രവും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഏറ്റവും അടിയിൽ പിന്നെ നമ്മളെ 10 സെന്റിമീറ്ററിൻ്റെത്, പിന്നെ 9, 8, 7, 6, 5, 4, 3, 2, 1 ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ ചിലപ്പോൾ LP-യിലെ കുട്ടികൾക്ക് 10 വരെ നിർമ്മിക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും പരമാവധി ശ്രമിക്കുക. നമുക്ക് കിട്ടുന്നിടത്തോളം മതി. പക്ഷെ ഒന്നുണ്ടാവണം. 1, 2, 3, 4, 5 ആ രൂപത്തിൽ വരണം. ഇനി ഞാനൊന്ന് പറയട്ടെ, ഇതിൻ്റെ അകത്തുള്ള ഗണിതാശയങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഏറ്റവും മേലെ കാണുന്നത് ഏറ്റവും ചെറിയൊരു സമചതുരമാണ്. 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ളത്. രണ്ടാമത് കാണുന്ന ഇതാ ഒരു സൈഡിൽ നോക്കിയാൽ നമ്മൾ കാണുക 2 × 2 ആണ്. അതായത് 2 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും. അപ്പോൾ അതെത്രയായി? 2 × 2 4 എന്ന് വെച്ചാൽ അത് സമചതുര സംഖ്യകളായിട്ട് വളർന്നു വരികയാണ്. 1 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒന്ന്, അടുത്തത് 2 സെന്റിമീറ്റർ നീളവും വീതിയും, മൂന്നാമത്തത് 3 സെന്റിമീറ്റർ നീളവും വീതിയും. അപ്പൊ എത്രയായി? 3 × 3 9. നാലാമത്തത് 4 സെന്റിമീറ്റർ നീളം 4 സെന്റിമീറ്റർ വീതി എന്ന് പറഞ്ഞാൽ 4 × 4 16. 16 സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയും. അടുത്തത് 5 × 5 25, 6 × 6 36 എന്ന് വെച്ചാൽ സമചതുര സംഖ്യകൾ സ്ക്വയർ നമ്പർ വരുന്ന വഴികളാണ്. സ്ക്വയർ നമ്പർ. അപ്പോൾ ഏറ്റവും മേലെ 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36. ഇനി വരാനുള്ളത് 7 × 7 49, 8 × 8 64, 9 × 9 81, അവസാനം നമ്മൾ കണ്ട 10 × 10 100. അപ്പോൾ ഈ പറഞ്ഞ നമ്പറിനെല്ലാം പ്രത്യേകത എന്താണ്? ഇതൊക്കെ സമചതുര സംഖ്യകളാണ്. ഇനി UP തലത്തിലാണെങ്കിൽ അത് സ്ക്വയർ നമ്പർ വർഗസംഖ്യകളാണ്. ഇനി LP-യിൽ വർഗസംഖ്യകളുണ്ടോ? ഇല്ല. പക്ഷെ അതൊരു നമ്പർ പാറ്റേണിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. LSS-നൊക്കെ സാധാരണഗതിയിൽ വരുന്നതാണ് 1, 4, 9, 16, 25, 36, 49 ആ രൂപത്തിലുള്ളത്. അപ്പോ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് സമചതുര സംഖ്യകൾ വരുന്ന വഴി. ഇനി നോക്ക്, ഇതൊരു ക്യൂബിക് നമ്പറും കൂടെയാണ്. ക്യൂബിക് നമ്പർ ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ് മുതലുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്പർ പാറ്റേണിന്റെ ഭാഗമായിട്ട് LP തലത്തിലുള്ള കുട്ടികളും ഈ പാറ്റേൺ കാണുന്നുണ്ട്. ഏറ്റവും മേലെയുള്ളത് 1 ആണ്. അടുത്തതോ 2, അതായത് 1 വന്നത് 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരം. അതാണ് ഒരു ക്യൂബിക് സെന്റിമീറ്റർ. 1 ക്യൂബാണ്. 1 ക്യൂബ്. രണ്ടാമത്തതോ 2 സെന്റിമീറ്റർ × 2 സെന്റിമീറ്റർ × 2 സെന്റിമീറ്റർ ആണെന്ന് വെച്ചാൽ 2ന്റെ ക്യൂബാണ്. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എത്രയാണ്? 8 ആണ്. 8. അടുത്തത് 3 × 3 × 3 എത്രയാണ്?
3ന്റെ ക്യൂബ് 27 എന്ന് വെച്ചാൽ ഈ ഈ ഒരു കട്ടയിൽ ഇവിടെ ഇതാ മൂന്നാമത്തെ ഈ കട്ടയിൽ മേലെയുള്ളതിന്റെ 27 മടങ്ങ് ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള 27 എണ്ണം ചേർത്ത് വെച്ച കട്ടയാണ് മൂന്നാമത്തത്. നാലാമത്തതോ 4 × 4 ക്യൂബ് 64 64. അപ്പോ ഇവിടെ എന്താണ് ആ വ്യത്യാസം? മേലെയുള്ള അത്തരത്തിലുള്ള 64 കട്ടകൾ ചേർത്ത് വെച്ചതാണിത്. അടുത്തത് 5 × 5 × 5 എത്രയാ? 5ന്റെ ക്യൂബ് 125 125. മേലെയുള്ള ഈ 1 സെന്റിമീറ്ററിന്റെ അത്തരത്തിലുള്ള 125 കട്ടകൾ ചേർത്ത് വെച്ചതാണിത്. ഇവിടെ അടിയിലുള്ളത് 6 × 6 × 6 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 216 കട്ടകൾ ചേർത്ത് വെച്ച് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ഇവിടെ രണ്ടാമത്തേലെത്തുമ്പോൾ ആദ്യത്തേതിന്റെ 8 മടങ്ങ്, മൂന്നാമത്തേതിലെത്തുമ്പോൾ ആദ്യത്തേതിന്റെ 27 മടങ്ങ്, നാലാമത്തേലെത്തുമ്പോൾ ആദ്യത്തേതിന്റെ 64 മടങ്ങ്, ഇവിടെ എത്തുമ്പോൾ 125 മടങ്ങ്, ഇവിടെ എത്തുമ്പോൾ 216 മടങ്ങ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി എണ്ണൽ സംഖ്യകളുടെ ശ്രേണി നമുക്ക് കാണാം. ഇതിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി. ഇതാ ഈ ഹൈറ്റ് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ 2 3 4 5 6 അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയായിട്ട് വരും. അപ്പോൾ അത് 10 വരെ ഉയരുന്നതാണെങ്കിൽ ഇതിന് എത്ര വലുപ്പം ഉണ്ടാവും? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണോ അത്രയും ഉണ്ടാവും. എന്ന് വെച്ചാൽ എത്രയാ? 55 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. ഓക്കെ, അപ്പോ നല്ലൊരു മോഡലാണ്. 3D എഫക്റ്റ് കിട്ടുന്ന മോഡലാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ മോഡലാണ്. നിങ്ങൾ തീർച്ചയായും ഒന്നുകിൽ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയോ സഹായത്തോടുകൂടി, ഇനി ശാസ്ത്രമേള അല്ലെങ്കിൽ പോലും ഗണിതശാസ്ത്രമേള അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രൂപത്തിൽ നിർമ്മിച്ചെടുത്ത് പഠിക്കാൻ ആവശ്യമായ ഒരു പഠനോപകരണമാണ് ഞാൻ പരിചയപ്പെടുന്നത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണ്ടെത്താനാവും. ടീച്ചേഴ്സ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, ഈ ഒരു മോഡലാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. അതുപോലെ ഐവറി കാർഡ് തന്നെയാണ് ചെയ്യുന്നത്. ഐവറി കാർഡ്, ഇപ്പോൾ കട്ടിയുള്ള കാർഡ് ഷീറ്റ്, അത് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പെട്ടിയുടെ കവറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഒരു ഭാഗം ക്ലിയറായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഐവറി കാർഡ് ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് ഓഡി കമ്പനിയുടെ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 എണ്ണമുള്ള പാക്കും ഉണ്ട്, അതുപോലെ 50 എണ്ണമുള്ള പാക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഇത് 25ൻ്റെ പാക്കാണ്, 25. അപ്പോൾ A4 സൈസിലാണ് ഉണ്ടാവുക. A4 സൈസിൽ നല്ല കട്ടിയുള്ള നല്ല നീറ്റായ കാർഡ് ഷീറ്റ്. യെസ്, മറ്റ് മെറ്റൽ സ്കെയിൽ അതിൻ്റെ മറുവശത്തൊന്ന് ഗ്രിപ്പിന് വേണ്ടി ഒന്ന് ചെയ്യണം. പിന്നെ 30 സെൻറ്റിമീറ്റർ പ്ലാസ്റ്റിക് സ്കെയിൽ, ബ്ലാക്ക് CD മാർക്കർ, അതുപോലെ മുറിക്കാനുള്ള കത്തി. അത് ചെറുതോ വലുതോ ഏതെങ്കിലോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, അറ്റം പൊട്ടിച്ച് നിൽക്കാനാവുന്നതാണ്. അതുപോലെ സെലോ ടേപ്പ്, 3/4 ഇഞ്ച് സെലോ ടേപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ വീതിയുടെ ഭാഗത്ത് ഞാൻ സ്കെയിൽ വെച്ചതിന് ശേഷം ഓരോ സെൻറ്റിമീറ്റർ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. 0 ഒരറ്റത്ത് വെച്ചാൽ 21 മറ്റേ അറ്റത്തുണ്ടാകുക. അപ്പോൾ 1 മുതൽ 20 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് കൃത്യം 21 ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിച്ച് വെച്ചത്. സെൻറ്റിമീറ്റർ റെഡി അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് വെച്ച് അടയാളപ്പെടുത്തരുത്, കാരണം വര ചെരിഞ്ഞാണ് വരിക. അപ്പോൾ ഇതിൻ്റെ വീതി കൃത്യം 21 ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ചെയ്യുന്നത്. തിരിച്ച് ഇല്ലെങ്കിൽ നേരെ സ്കെയിൽ നേരെ മറുവശത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കളുടെ സമാന്തര രേഖകൾ, നേർരേഖകൾ തന്നെ വരയ്ക്കുകയാണ്.
വരക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ബ്ലാക്ക് സി ഡി മാർക്കർ കൊണ്ടാണ് വരക്കുന്നത്. അതെന്താ വെച്ചാൽ പടരാതിരിക്കാൻ. സ്കെച്ച് പെന്നുകൊണ്ട് വരക്കുമ്പോൾ അവിടെ മഷി പടരും. അതുകൊണ്ടാണ് ബ്ലാക്ക് സി ഡി മാർക്കർ കൊണ്ട് വരക്കുന്നത്. മറ്റൊന്ന്, ഞാൻ വരക്കുന്ന രീതി ഇതാ, മേലെ നിന്ന് വരച്ച് താഴോട്ടാണ് സ്കെയിൽ കൊണ്ടുവരുന്നത്. വരച്ച് മേലെ നിന്ന് താഴോട്ട് സ്കെയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എല്ലാ വരകളും കാണും. വരച്ച വര കണ്ടാണ് പുറകോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വരച്ചിട്ട് സ്കെയിൽ മേലോട്ട് അതായത് വരയുടെ മേലെ ഒരിക്കലും സ്കെയിൽ കയറിപ്പോരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വരക്കുമ്പോൾ തെറ്റും, വളയാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇങ്ങനെയാകുമ്പോൾ തെറ്റിപ്പോവില്ല. യെസ്. ഇനി നോക്ക്, ഇവിടെയും ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ A4ൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ തികച്ചും ഉണ്ടാവില്ല, 29.7 ഉണ്ടാവും. അപ്പോൾ അറ്റത്തുള്ളത് 0.7 1 സെൻറ്റിമീറ്റർ അല്ല. നമുക്കത് 1 സെൻറ്റിമീറ്ററിൽ കൂട്ടിക്കൂടാ, അത് ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടോ, സ്കെയിൽ അതേ ദിശയിലേക്ക് മേലെ വെച്ചതാണ്. ഇവിടെ പേപ്പർ തിരിച്ച് വെച്ചിട്ടില്ല. ഇതാണ് ഈ അറ്റത്തുള്ളതാണ് ഞാൻ പറഞ്ഞ് 0.7, അതായത് 1 സെൻറ്റിമീറ്റർ തികച്ചുണ്ടാവില്ല. നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം തിരിച്ചും വരക്കുമ്പോൾ കൃത്യം ഗ്രാഫ് പേപ്പർ പോലെ 1 സെൻറ്റിമീറ്റർ സമചതുരങ്ങളായി മാറും മുഴുവൻ. അപ്പോൾ പോയിൻ്റ് വരെ വരച്ചാൽ പോരാ, അതായത് ആ പേപ്പർ മുഴുവൻ ആ പോയിൻ്റിലൂടെ വര അപ്പുറത്തേക്ക് എത്തണം. കറക്റ്റ് ആ 2 പോയിൻറ്റും ചേർന്ന് വരുന്ന രൂപത്തിലേ വരക്കാവൂ. അപ്പോൾ സി ഡി മാർക്കറാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് വരക്കുമ്പോൾ വരച്ച് വേഗം കൈയെടുക്കണം. അതായത് പെന്നവിടെ നിൽക്കാൻ പാടില്ല. പെന്നവിടെ ചിലർ പെൻസിൽ കൊണ്ട് ചെയ്യും. പെൻസിൽ അവിടെ വെച്ചിട്ട് പിന്നീട് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ സി ഡി മാർക്കർ വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ മഷി പടരും. ഇതാണ് ഞാൻ പറഞ്ഞ 0.7 സെൻറ്റിമീറ്റർ. അത് നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ മുറിച്ച് മാറ്റുന്നതാണ് നല്ലത്. ബാക്കിയൊക്കെ 1 സെൻറ്റിമീറ്ററാണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് 1 2 3 4 5 5 സെൻറ്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുക്കുകയാണ്. കറക്റ്റ് 5 കളങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. യെസ്. അതിനുശേഷം ഒരു സമചതുരത്തിൻ്റെ രൂപത്തിൽ മുറിച്ച് എടുക്കുന്നില്ല, പകുതി മുറിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ മടങ്ങി വരണം. അതുകൊണ്ട് പകുതി മുറിയേ പാടുള്ളൂ. ഇവിടെയും ഹാഫ് മുറി, ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയാണ്. എണ്ണി തന്നെ എടുക്കുക. ഇപ്പോൾ രണ്ടാമത്തതും മൂന്നാമത്തെ 5. അപ്പോൾ 3 എണ്ണമാണ് ഇങ്ങനെ ഹാഫായി മുറിക്കേണ്ടത്. 4-മത്തെ തീർത്തും മുറിക്കേണ്ടത് തന്നെയാണ്. 4-മത്തെ അവിടെ 1 യൂണിറ്റ് അധികമുണ്ട്, 21 ഉണ്ടല്ലോ. യെസ്. ഇപ്പോൾ ഈ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ സെലോ ടൈപ്പ് ഉപയോഗിക്കേണ്ട ക്രമം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അറ്റം എപ്പോഴും ഒന്ന് ഉയർത്തി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. പകുതി പുറത്തും പകുതി അകത്തുമായിട്ടാണുള്ളത്. ആ അറ്റമാണ് അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത്. ആ പകുതിയിൽ, പുറത്തുണ്ടായിരുന്ന പകുതിയിലാണ് ഇപ്പോൾ ഒട്ടിയത്. ഇപ്പോൾ ഒരു സ്ക്വയർ ആയി മാറി, ഒരു സ്ക്വയർ പൈപ്പ് കഷ്ണം മുറിച്ച പോലെ ഉണ്ട്. ഇനി അതിന് അടപ്പ് എങ്ങനെയാണ് ഇടുക എന്ന് നോക്കുക. നമുക്ക് എത്രയാ, മേലെയും താഴെയല്ലേ വേണ്ടത്. അപ്പോൾ 5 5 10 യൂണിറ്റ് അല്ലേ. അപ്പോൾ 10 യൂണിറ്റ് എണ്ണി ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് മാത്രം മുറിച്ചാൽ മതിയല്ലോ, മുഴുവനായിട്ട് മുറിക്കേണ്ട. 10 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് തിരിച്ച് മുറിക്കുകയാണ്. ഇല്ലെങ്കിൽ നീളത്തിൽ വേസ്റ്റ് ആവാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 2 അറ്റത്തും പകുതി ടേപ്പ് അതിൻ്റെ വക്കിൽ, പകുതി പുറത്തുമായിരിക്കും. പകുതി പേപ്പറിലാണ്, പകുതി പുറത്താണ് മുറിച്ചെടുത്ത്. അതേപോലെ ഇപ്പുറത്തും. യെസ്. ഇപ്പോൾ 2 വശത്തും ടേപ്പ് അടിയിൽ തൊട്ട് നിൽക്കുന്നുണ്ട്. ഇനി അത് 2 സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാമല്ലോ.
അപ്പോൾ 5x5 2 സമചതുരങ്ങൾ, അതിൻ്റെ 2 വശത്തും സെലോ ടൈപ്പിൻ്റെ പശയുണ്ട്. ഇതാ ആ വക്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇതാ തിരിച്ച് അവിടെയും ഒട്ടിക്കുക. ഇതാ ഒന്ന് അടിയിലൂടെ കൈയിട്ടൊന്ന് റെഡിയാക്കുക. ഇവിടെയും അങ്ങനെ തന്നെ. അളവ് കറക്റ്റായിരിക്കണം, ഒട്ടിക്കുന്നതും കറക്റ്റായിരിക്കണം. സെലോ ടേപ്പിൽ ചളിയോ ചെറോ പൊടിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു ഹാഫ് പുറത്തിടുന്ന സമയത്ത് സാധാരണ മരത്തിൻ്റെ മേശയിലൊന്നും വെച്ചുകൂടാ. കാരണം മരത്തിൻ്റെ മേശയിൽ അതിൻ്റെ പൊടിയും ചെളിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ടൈപ്പ് കൊടുത്തിട്ട് സ്ട്രെങ്ത് ചെയ്തെടുക്കുക. പകുതി ടൈപ്പ് പുറത്ത്, ആ പുറത്ത് ഉള്ള ടൈപ്പാണ് മറുവശം ഒട്ടിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഉറപ്പ് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ. ഇതാ ഈ ഭാഗത്തും അങ്ങനെ തന്നെ. പകുതിയാണ് അവിടെ, പകുതി പുറത്താണ്. ആ പുറത്തുള്ളത് ചെരിച്ച് മറുവശത്തേക്ക് ഒട്ടിക്കുകയാണ്. പിന്നെ ഇത് പേപ്പറാണ്, അധികം ശക്തി കൊടുക്കരുത്. കാരണം പേപ്പർ അവിടെ കോടിപ്പോവല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ വക്കിലൂടെ മാത്രം മടക്കിയെടുക്കുക. ഇതാ നമുക്കൊരു 5 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ള ഒരു സമചതുരക്കെട്ട കിട്ടി. ഇനി അടുത്തത് 4 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ള ഉണ്ടാക്കണം. 4. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 സെൻറ്റിമീറ്ററിന് മുറിക്കുന്നത്. യെസ്. ഇനി തിരിച്ച് മുറിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാഫ് കട്ടിങ്, മുറിഞ്ഞ് വീണ് പോരുത്. അടുത്ത 4-മത്തേൽ എണ്ണി തന്നെ എടുക്കുക. 2. ഇനി 3-മത്തെ വരാം. 3. 4-മത്തെ നമുക്ക് മുറിക്കുക തന്നെ വേണം. 4-മത്തത് മുറിച്ചിടുക. യെസ്. ഇനി ഇതാ ഈ രൂപത്തിൽ മടക്ക് വരും. അവിടെ ഒരു യൂണിറ്റ് അധികം ഉണ്ടല്ലോ, നമുക്ക് 4ൻ്റെ സ്ക്വയറാണ് വേണ്ടത്. അതുകൊണ്ട് ആ 1 മുറിച്ച് മാറ്റുക. ഇതും ആ അറ്റത്ത് പകുതി പുറത്തായിട്ടാണ് ടൈപ്പ് ഒട്ടിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 3/4 ഇഞ്ച് ടൈപ്പാണ്. 3/4 ഇഞ്ച് ടൈപ്പ് അതാണെങ്കിൽ സൗകര്യമാണ്. 1 ഇഞ്ച് പ്രയാസമായിരിക്കും. 1/2 ഇഞ്ച് പോരാ, കാരണം മടക്കുന്നേരം മടക്ക് വിട്ടുപോകും. അതൊരു സ്ക്വയർ പൈപ്പിൻ്റെ കഷ്ണം പോലെ കിട്ടിക്കഴിഞ്ഞ് ഇവിടെയും 2 അറ്റത്തും ടൈപ്പ് വെക്കുകയാണ്. ഇത് നമുക്ക് നീളത്തിൽ മുറിച്ച് ഒന്നിച്ച് ചെയ്യാമായിരുന്നു, പക്ഷേ അന്നേരം വേസ്റ്റ് വരണ്ട എന്നുള്ളതുകൊണ്ടാണ് പരമാവധി നമ്മൾ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെയും ആ സൈഡിൽ കൊടുത്ത് സ്ട്രെങ്ത് കൂട്ടുവാണ്. നമ്മൾ ടേപ്പ് നിലത്ത് വീണു പോകാൻ പാടില്ല. നിലത്ത് വീണാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ മണ്ണോ അല്ലെങ്കിൽ ചെളിയോ ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ വെള്ള മോഡലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ടേപ്പിൻ്റെ പിന്നെ ചേറും ചെളിയും ഒക്കെ അതിൽ തെളിഞ്ഞ് കാണും. അതുകൊണ്ട് ടേപ്പ് നിലത്ത് താഴെ വീണു പോകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് 3-ൻ്റെത്. 5, 4, 3 താഴോട്ടാണ് വരുന്നത്. 3. അപ്പോൾ 3 നീളത്തിൽ മുറിച്ചതിന് ശേഷം ഇത് ഹാഫായിട്ട് മുറിക്കുകയാണ്. യെസ്. അത് എണ്ണി തന്നെ എടുക്കുക. അപ്പോൾ 2-മത്തെ മുറിച്ച് ഇനി 3-മതും ഒന്ന് ഹാഫായി മുറിക്കുക. യെസ്. ഇനി 4-മത്തത് നന്നായി തന്നെ മുറിക്കുക, മുറിച്ച് കഷ്ണാക്കുക. യെസ്. ഇത് നേരത്തെ നമ്മൾ ചെയ്തത് മാതിരി ആ 4 ഭാഗത്ത് ഫ്രെയിമുള്ള രൂപത്തിൽ സെലോ ടേപ്പ് പകുതി പുറത്തും പകുതി പേപ്പറിലും ആക്കിയിട്ട് ഒട്ടിച്ച് ഇനി അവിടെ ചേർത്ത് വെച്ച് മടക്കുക. അപ്പോൾ കറക്റ്റ് നേർരേഖയിൽ ആ ഗ്യാപ്പ് തന്നെ വീണാലേ നമുക്ക് ശരിക്കുള്ള അളവും പിന്നെ വരയും മുറിയൊക്കെ റെഡിയാണെങ്കിലേ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ്. യെസ്.
ഇനി അതിൻ്റെ താഴെയും മേലെയും ഒട്ടിക്കണം. രണ്ട് സൈഡിലും പകുതി പേപ്പറിലും പകുതി പുറത്തായിട്ട് ഒട്ടിച്ചതാണ്. അവിടുന്ന് അതിൻ്റെ താഴെയും മേലെയും വെക്കാനുള്ള 2 പീസ് 3×3 2 പീസ് 2 സ്ക്വയർ മുറിച്ചെടുക്കും. ഇങ്ങനെ മുറിക്കുമ്പോൾ സെലോ ടേപ്പ് ഉൾപ്പെടെയാണ് മുറിക്കുന്നത്. അതാണ് കത്തി മേലോട്ടും കുറച്ച് താഴോട്ടും വരുന്നത്. സെലോ ടേപ്പും കൂടെ മുറിയണം. യെസ്, ഒരു സൈഡ് ഒട്ടിച്ച് രണ്ടാമത്തെ സൈഡും ഒട്ടിക്കുമ്പോൾ, ആദ്യത്തെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൂടെ കൈ വിരലിട്ടുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ശ്രദ്ധിച്ച് അമർന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പേപ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ 5, 4, 3 അല്ലേ, 5, 4, 3 ഇത് ഉണ്ടാക്കിയെടുത്ത്. നേരത്തെ പിന്നെ 4ൻ്റെ ഒരു പോർഷൻ അവിടെ വിട്ടിട്ടുണ്ടല്ലോ, ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. അതും കൂടെ ക്യൂബാക്കി മാറ്റണമെങ്കിൽ മേൽവശവും കൂടി ഒട്ടിക്കണമല്ലോ. നാലിൻ്റെ ഒരു ഭാഗം ഒട്ടിച്ചതാണ്. മറുഭാഗം അവിടെ ചെറിയൊരു ഗ്യാപ്പ് വേണം. കാരണം അതിനോട് തൊട്ട് നിന്നാൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ടേപ്പ് തെന്നിപ്പോവും. കാരണം ആ ടൈറ്റിൽ പടിഞ്ഞ് വിട്ടുപോരും. അതുകൊണ്ട് ചെറിയൊരു നൂലിട വ്യത്യാസം അവിടെ വേണം. യെസ്, ഈ ചെയ്യുന്നത് 4 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സമചതുരക്കട്ട. അപ്പോൾ നമ്മൾ 5, 4, 3 ഉണ്ടാക്കി കഴിഞ്ഞ് ഓരോന്നും അത് മേലെ വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. യെസ്, ഇനി ഈ പേപ്പറിൽ തന്നെ നമുക്ക് ഒരു 6 മുറിച്ചെടുക്കാം. 6ൻ്റെ ക്യൂബ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു A4 പേപ്പറിൽ നിന്ന് നമുക്ക് 6 വരെ കിട്ടും കേട്ടോ. ഈ രൂപത്തിൽ ചെയ്താൽ 1 മുതൽ 6 ക്യൂബ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒറ്റൊന്നേ ഒരു A4 പേപ്പറേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 1 പകുതി മുറിച്ച്, രണ്ടാമത്തതും പകുതി മുറിച്ച്, മൂന്നാമത്തതും കഴിഞ്ഞ് 4ാമത്തെ തീർത്ത് മുറിച്ചെടുക്കുക. പക്ഷേ അവിടെ 3 കിട്ടൂ. 1 എക്സ്ട്രാ കൂട്ടിയിടണം. കാരണം 6, 4, 24 24 നമ്മൾ അതിൻ്റെ വീതി 20 അല്ലേ ഉള്ളൂ. 21 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പീസ് എക്സ്ട്രാ 6 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള മറ്റൊരു സമചതുരം കൂടെ മുറിച്ചെടുത്ത് അതിനോട് ചേർത്തൊട്ടിക്കുക. നീളത്തിലാണ് മുറിക്കുന്നതെങ്കിൽ 6, 4, 24 കിട്ടും. യെസ്, അതിനുശേഷം മുമ്പ് ചെയ്തതുപോലെ പകുതി പുറത്തും പകുതി പേപ്പറിലും ആക്കിയിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് 6ൻ്റെ ക്യൂബാണ്. 6 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുരക്കട്ട. യെസ്, ഇനി 6, 6ൻ്റെ 2 പീസ് മുറിച്ചെടുക്കണം. 6 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും. അത് നമുക്ക് 6, 6, 12 ബാക്കി കട്ട് ചെയ്ത് പോക്കുകയാണ്. ഇനി 2 സൈഡിലും ടേപ്പ് ഒട്ടിക്കുകയാണ്. പകുതി പേപ്പറിലും പകുതി പുറത്തുമായിട്ടാണ് ഒട്ടിക്കുന്നത്. മറുവശത്തും അതേപോലെ
പകുതി പേപ്പറിലും പകുതി പുറത്തും. ഇനി ഇത് 2 സ്ക്വയറാക്കി മുറിച്ചെടുക്കണം. മേലെയും ടൈപ്പുണ്ട്, താഴെയും സെലോ ടൈപ്പുണ്ട്. രണ്ടും മുറിഞ്ഞ് വരുന്ന രൂപത്തിൽ ആ രൂപത്തിൽ കട്ട് ചെയ്യുക. ഇവിടെ കട്ടിയുള്ള കാർഡ് ഷീറ്റ് എടുക്കാൻ പറഞ്ഞത് ഈ ക്യൂബ് വലുതാകും തോറും ഒലഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കട്ടി കുറഞ്ഞ ചാർട്ട് പേപ്പർ പോലത്തെ പേപ്പറാണെങ്കിൽ നമ്മൾ 6ൻ്റെ ക്യൂബൊക്കെ ഉണ്ടാക്കുമ്പം കോടിപ്പോവും, ഒലഞ്ഞു പോവും. അതുകൊണ്ടാണ് ഐവറി കാർഡ് പോലത്തെ നല്ല കാർഡ് ഷീറ്റ് തന്നെ എടുക്കാൻ പറയുന്നത്. ഇവിടെയും സൈഡ് സ്ട്രെങ്ത് ആക്കുകയാണ്. യെസ്, ഇതൊക്കെ സൈഡ് സ്ട്രെങ്ത് ആക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഏക്കുറസി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒന്ന് ഒലഞ്ഞു കളിക്കും, അവിടെ ഗ്യാപ്പാണെങ്കിൽ ഒലഞ്ഞു പോകും. അപ്പോൾ ഇത്തരത്തിൽ വലുത് അത് കുട്ടികളെ സ്പീഡ് പോലെ 10 ക്യൂബ് വരെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി 10 ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്രയാണോ 6, 7, 8, ഇനി 8ലാണ് നിർത്തുന്നതെങ്കിൽ അങ്ങനെ 9 വരെ പറ്റുമെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ പരമാവധി. അതുകൊണ്ടാണ് ചെറുതാദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി 2ആണ് ഉണ്ടാക്കുന്നത്. 6, 5, 4, 3 ചെയ്ത് കഴിഞ്ഞ് ഇനി 2ൻ്റെ 2ൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഒരു ഫ്രെയിമാക്കി മാറ്റി ഇനി അടിയിലും മേലെയും നമുക്ക് ആ 2x2ൻ്റെ 2 കഷ്ണം കിട്ടണം. അതാണ് ഈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കൂടുതലുള്ള മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്തും ടേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അത് നടുവേ മുറിച്ച് കഴിഞ്ഞാൽ 2x2ൻ്റെ 2 കഷ്ണം. അപ്പോൾ നമുക്ക് മേലെയും താഴെയും വെക്കാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടും. യെസ്, അപ്പോൾ ചെറുതാവും തോറും അതിൻ്റെ സൂക്ഷ്മത കൂടണം. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ക്യൂബ് 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും 2 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു കട്ട. ഇനി നമുക്ക് 1ആണ് ഉണ്ടാക്കേണ്ടത്. ആ 1 ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചോളേ. ഞാൻ ചെറുതായിട്ട് പകുതിയാണ്, ആ പാട് വീഴാൻ മാത്രം 2 ഓരോ സെൻറ്റിമീറ്ററിന് ഇങ്ങനെ വരച്ച് 4ാമത്തേന് മുറിച്ചിടുകയാണ്. 4ാമത്തെ നമുക്ക് വേണ്ടത് 1 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബാണ്. ഇനി ആ അറ്റത്ത് സെലോ ടേപ്പ് മുമ്പ് ചെയ്തതുപോലെ ഇപ്പം 3 സെൻറ്റിമീറ്റർ നീളത്തിലാണുള്ളത്. ആ നീളത്തിലെടുക്കുന്ന എന്തിനാണെന്ന് ഇപ്പോൾ കാണാം. മൊത്തത്തിൽ സെലോ ടേപ്പ് ഒട്ടിക്കുന്നതാണ്, കാരണം അവിടുന്ന് മുറിഞ്ഞ് വീണ് പോകുന്നുണ്ട്. യെസ്, ഇനി അത് മുമ്പ് നമ്മൾ ചെയ്തത് മാതിരി മറുവശം ചേർത്ത് ഒട്ടിച്ച് ഒരു സ്ക്വയർ പൈപ്പ് പോലെയാക്കിയതാ. ഇനി അത് ആ 1 യൂണിറ്റ് മുറിച്ചെടുക്കുകയാണ്. ശ്രദ്ധിച്ച് തെന്നിപ്പോവരുത്. അപ്പോൾ ആദ്യത്തെ ബലം പിടിക്കേണ്ട, മെല്ലെ മെല്ലെ മുറിച്ചെടുത്താൽ മതി. യെസ്, 1 ഒരു പൈപ്പ് പോലെ നമുക്ക് കിട്ടിയില്ലേ, സ്ക്വയർ പൈപ്പിൻ്റെ ഒരു കഷ്ണം പോലെ. ഇനി 2ാമത്തോ മുറിച്ചെടുക്കുകയാണ്. യെസ്, അപ്പോൾ 2 കഷ്ണം കിട്ടി. ഇനി ഇത് 1ൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറ്റിയാൽ നമുക്കൊരു നല്ല സ്ട്രെങ്ത് ഉള്ള ക്യൂബായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് അറ്റത്ത് ടേപ്പ് വെച്ചുകൊണ്ട് ചെയ്യുക. കണ്ടോ, അതായത് 1ൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് മറ്റൊന്ന് കയറ്റി വെച്ചതാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റ് ക്യൂബ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ 1, 2, 3, 4, 5, 6 വരെ ചെയ്തു. അപ്പോൾ ഇനിയും സമയത്തിനനുസരിച്ച് നമുക്ക് 7, 8, 9, 10 വരെ ഉണ്ടാക്കാം. ഇത് സെറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അതായത് 2 വശം കൃത്യമായിട്ട് ചേർന്ന് നിൽക്കും, 2 വശം അതിൻ്റെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പും വെച്ചിട്ടാണ് ചെയ്യുക.
അപ്പോൾ സ്റ്റിൽ മോഡലാണല്ലോ, സ്റ്റിൽ മോഡലായതുകൊണ്ട് അത് ഫിക്സ് ചെയ്യുക വേണം. അപ്പോൾ അതും നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഇതാ അതിൻ്റെ വക്കത്ത്, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ വക്കത്ത് അപ്പോൾ പകുതി ടേപ്പ് പുറത്തിട്ടുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. യെസ്, 4 അല്ല 5, 5ഉം 6ഉം ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. എന്നുവെച്ചാൽ ആ വക്ക് കറക്റ്റാണ്, 2 സൈഡിലുള്ള വക്ക് കറക്റ്റാക്കിക്കൊണ്ട് 2 ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പും വരും. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ആ 5ഉം 4ഉം തമ്മിൽ ഒട്ടിക്കണം. ഇതേപോലെ തന്നെ പകുതി ടേപ്പ് അതിൽ വെക്കുന്ന, പകുതി പുറത്ത്, ആ പുറത്തുള്ള ഭാഗമാണ് 5ൻ്റെ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. എങ്ങനെയാണോ ആ ഗ്യാപ്പ് വന്നത് അതേപോലെ. പിന്നെ ഇത് ഒട്ടിച്ച് അതേ ഭാഗത്ത് ഒട്ടിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനോട് ചേർത്ത് അവിടെ നേരെ വെച്ചൊന്ന് സെലോ ടേപ്പ് ഒന്ന് താഴ്ത്തിയാൽ മതി. ഇതാ 2 ഭാഗത്ത് ഗ്യാപ്പും 2 ഭാഗം സമായിട്ടാണ് വരിക. ഇനി അതിനോട് ചേർന്ന് 3ൻ്റെ കട്ട, 3ൻ്റെ സമചതുരക്കട്ട ഒട്ടിക്കണം. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ വോളിയം 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 1 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്, രണ്ടാമത്തെ 8 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ക്യൂബിക് നമ്പറുമായിട്ട് മാറി പോകും. യെസ്, അതിൻ്റെ മേലെ 4നോട് ചേർത്ത് 3 ഒട്ടിക്കുകയാണ്. അപ്പോൾ നേരത്തെ പോലെ ഏത് സൈഡാണോ ഗ്യാപ്പ് ആ ഗ്യാപ്പ് അവിടെ നിർത്തിയിട്ടാണ് ഒട്ടിക്കുന്നത്. യെസ്, അപ്പോൾ 6, 5, 4, 3 ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി 2, 3നോട് ചേർത്ത് 2 ഒട്ടിക്കണം. യെസ്, അവിടെ ഒട്ടിച്ച് ഇനി അവസാനത്തെ 1 ഒട്ടിക്കേണ്ടത്. 1, ആ 2ഉം 1ഉം ചേർത്ത് ഒട്ടിക്കും. അപ്പോൾ 1 ഒട്ടിക്കുമ്പം നമുക്ക് 3/4 ഇഞ്ച് ടേപ്പ് ചെറിയൊരു കഷ്ണാക്കി എടുക്കേണ്ടി വരും. ചെറിയൊരു കഷ്ണാക്കിയെടുത്ത് 1ൻ്റെ ഒരു സൈഡിൽ, ആ 1 സെൻറ്റിമീറ്റർ കൂടിക്കൂടാലോ ടേപ്പ്, എന്നിട്ടത് ആ ഒരു യൂണിറ്റിൽ ചേർത്ത് ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് 10 വരെ വർദ്ധിപ്പിക്കാം. അപ്പോൾ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 ഭാഗവും ടേപ്പ് കൊടുത്താൽ സ്റ്റിൽ മോഡലായതുകൊണ്ട് തന്നെ ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ ഇത്രയും എണ്ണം ഒരൊറ്റ A4 പേപ്പറിലാണ്, A4 പേപ്പറിൻ്റെ ആ സൈസ് ഒരു കാർഡിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത വലുതായതുകൊണ്ട് തന്നെ 2ഓ 3ഓ കാർഡ് ഇനിയും വേണ്ടി വരും. യെസ്, അപ്പോൾ അത് ഇതുപോലെ ഗ്രാഫ് വരച്ച് കൃത്യമായി നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ നല്ലൊരു മോഡലാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ആശയങ്ങൾ കുറേയേറെ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തന്നെ ചെയ്യുക. ഓക്കേ.